കാസർഗോഡ് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ വിജിലൻസ് പരിശോധന. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിന്റെ വീട്ടിലാണ് അനധികൃത സ്വത്ത് സംഭാവന പരാതിയിൽ പരിശോധന നടത്തുന്നത്. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു വിവരങ്ങളുമായി. ജോസഫ്, എന്താണിപ്പോൾ ഈ DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിനെതിരെയുള്ള നിലവിലെ ആരോപണം? എന്തിന്റെ പേരിലാണിപ്പോൾ നിലവിൽ നടക്കുന്ന പരിശോധന? കാളിദാസ്, കാസർഗോഡ് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത്. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലിന്റെ വീട്ടിലാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിന്മേലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിൽ പരിശോധന നടക്കുകയാണ്. ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് ചർച്ചകളിലുമായി ബന്ധപ്പെട്ട് ജെയിംസ് പന്തമാക്കൽ വാർത്തകൾ നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചില കാരണങ്ങളാൽ പിരിഞ്ഞു പോവുകയും സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടാക്കാനും ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ ഭരണം പിടിക്കാനും ജെയിംസ് പന്തമാക്കലിന് കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് KPCC നേരിട്ട് ഇടപെട്ട് ജെയിംസ് പന്തമാക്കലിനെ വീണ്ടും കോൺഗ്രസിൽ എത്തിച്ചത്. പിന്നീട് ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിൽ DCC വൈസ് പ്രസിഡന്റായി ഇത്തരത്തിൽ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലും ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സീറ്റ് തർക്കമുണ്ടായിരുന്നു. കോൺഗ്രസിലെ 2 വിഭാഗം നേതാക്കൾ ചേരിതിരിഞ്ഞ് സീറ്റിന് വേണ്ടി വാദിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം DCCയിൽ ഇത്തരത്തിലൊരു കയ്യാങ്കളി ഉണ്ടായിരുന്നു. ജെയിംസ് പന്തമാക്കലും അതുപോലെ തന്നെ ഇത്തരത്തിൽ DKDF പ്രസിഡന്റുമായിട്ടുള്ള വാസുദേവനും തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതുമാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിജിലൻസ് പരിശോധന ഉണ്ടാകുന്നത്. കഴിഞ്ഞ 9 വർഷം മുമ്പ് ലഭിച്ച ഒരു പരാതിയിന്മേൽ ഇത്രയും കാലം നടപടിയൊന്നും സ്വീകരിച്ചില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ ത്വരിതഗതിയിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് ജെയിംസ് പന്തമാക്കൽ ആരോപിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് രാഷ്ട്രീയമായി തന്നെ ഇല്ലായ്മ ചെയ്യാൻ ചില ഗൂഢശക്തികൾ ശ്രമിക്കുന്നു. അത് എവിടെ നിന്നാണെന്ന് പോലും മനസ്സിലാകുന്നില്ല. അത്തരത്തിലുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ വിജിലൻസ് പരിശോധന എന്നാണ് പ്രധാനമായും പറയുന്നത്. എന്തായാലും കാസർഗോഡ് ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അകത്ത് നിന്ന് വിമതരും വലിയ രീതിയിൽ ഇവിടെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഇവിടെ നിലവിലുണ്ട്. ജെയിംസ് പന്തമാക്കലും അതുപോലെ തന്നെ ജോസഫ് മുത്തോലിയും 2 വിഭാഗങ്ങളായി തിരിഞ്ഞാണ് ഇവിടെ വലിയ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിലെ പ്രബലരായ 2 നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഈ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ തങ്ങളാണ് എന്ന രീതിയിലാണ് ഇവർ പ്രചരണം നടത്തുന്നത്. എന്തായാലും വരും അല്പസമയത്തിനുള്ളിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരും. പക്ഷേ ഇതിനോടകം തന്നെ മിക്ക വാർഡുകളിലും ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വിമത സ്ഥാനാർത്ഥികൾ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തിവിടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും ഈ വിജിലൻസ് പരിശോധന അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ജെയിംസ് പന്തമാക്കൽ ഇപ്പോൾ ആരോപിക്കുന്നത്. കാളിദാസ്, അത് തന്നെയാണ്. ജെയിംസ് പന്തമാക്കലിനെ മറക്കാനിടയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രത്തോളം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. കാസർഗോഡ് DCC ഓഫീസിൽ നടന്ന ഒരു കയ്യാങ്കളി അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിൽ ആ 2 പേരിൽ, അല്ലെങ്കിൽ അവിടെ കയ്യാങ്കളി നടന്ന ആ 2 പേരിൽ ഒരാൾ ജെയിംസ് പന്തമാക്കലാണ്. ആ ദൃശ്യങ്ങളടക്കം കണ്ടിരുന്നു. പിന്നീട് ആ ദൃശ്യങ്ങൾ പകർത്തിയ കോൺഗ്രസ് പ്രവർത്തകന് നേരെ നടപടിയടക്കം സ്വീകരിക്കുന്നതും ഒക്കെ തന്നെ കണ്ടതാണ്. ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിലാണ് ജെയിംസ് പന്തമാക്കലിൻ്റെ വീട്ടിൽ DCC വൈസ് പ്രസിഡന്റ്, കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റാണ് ജെയിംസ് പന്തമാക്കൽ. ജെയിംസ് പന്തമാക്കലിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ വിജിലൻസ് പരിശോധന നടക്കുന്നത്. ഇത് തനിക്കെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് ജെയിംസ് പന്തമാക്കൽ പറയുന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ജെയിംസ് പന്തമാക്കലാണ് ചേരുന്നത്. മിസ്റ്റർ ജെയിംസ് പന്തമാക്കൽ, ഇപ്പോൾ നിലവിലെ പരാതി എന്ന് പറയുന്നത് സ്വത്ത് സമ്പാദനത്തെ ബന്ധപ്പെട്ടുള്ള പരാതിയാണ്. ആ പരാതിയെ എത്രത്തോളം മുഖവിലക്കെടുക്കുന്നു മിസ്റ്റർ ജെയിംസ് പന്തമാക്കൽ? 2016 എന്റെ വീട്ടിൽ നടന്ന വിജിലൻസ് പരിശോധന 2016. അതെ, പറഞ്ഞോളൂ. 2016 നടന്ന വിജിലൻസ് പരിശോധനയുടെ ഭാഗമായിട്ട് ഇപ്പോ 2025 ഏകദേശം 9 വർഷമായി ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്താനുള്ള റെയ്ഡായിട്ട് ഞാൻ ഇതിനെ കണക്കൂട്ടുന്നു. ഹലോ, പറഞ്ഞോളൂ. ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്താനുള്ള ഒരു പരിശോധനയായിട്ട് കണക്കൂടുന്നത്.
രണ്ട് ദിവസം മുമ്പ് നോമിനേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ദിവസം ഇവർ എന്റെ അനുമതി കൂടാതെ എന്റെ പറമ്പുകളിലൊക്കെ പരിശോധന നടത്തി. ഇന്നലെ ലീവായിരുന്നു. ഇന്ന് വീണ്ടും അവര്, അതായത് മൂന്നാം ദിവസമാണ് ഇവരിവിടെ തമ്പടിച്ച് പരിശോധന നടത്തി. ഇന്ന് എന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന്റെ പ്രതികരണം എന്റെ ഫേസ്ബുക്കിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ കൈ തല്ലി ഓടിച്ച ഒരു കേസ് 2019 ആ കേസ് ജില്ലാ കോടതിയിൽ വിചാരണ കഴിഞ്ഞ് അത് കേസ് പൂർത്തീകരിച്ചു. പോലീസ് എടുത്ത കേസും കഴിഞ്ഞു. 2025 ആ കേസിൽ ശിക്ഷ വരെ വിധിച്ചു. പക്ഷെ 9ാം വർഷവും വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോ പരിശോധന നടത്തുന്നത് ഭീഷണിപ്പെടുത്താനാണ്. അത് ആരുടെ ഭീഷണിയായാലും അതിന് വകവെക്കില്ല. ഈ കേസിന് മിസ്റ്റർ ജെയിംസ് ബന്തമാക്കൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഈ DCC ഓഫീസിൽ നടന്ന ആ തർക്കം, അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതുമായി ഈ ഒരു സമയത്ത് പെട്ടെന്നൊരു വിജിലൻസ് പരിശോധനയിലേക്ക് എത്തുമ്പോൾ താങ്കൾക്ക് ആരെങ്കിലും ഇതിലൊരു കൃത്യമായൊരു പേര് പറയാനുണ്ടോ? അല്ലെങ്കിൽ താങ്കൾക്ക് ആരെങ്കിലും ശക്തമായി താങ്കൾക്കൊരു സംശയമുണ്ടോ? താങ്കൾക്ക് ആരെങ്കിലും? DCC ഓഫീസിലുണ്ടായ സംഭവങ്ങൾ ആസൂത്രിതമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇതിന് പിന്നിൽ കുറെ കാലമായി ഫോളോ അപ്പ് നടത്തുന്ന വ്യക്തികളുണ്ട്. ആ ഫോളോവേഴ്സ് ആണ് ഇതിന്റെ ബാക്കിലുള്ളത്. ഈ സമയത്ത് ഇപ്പൊ ഈ 1 മാസക്കാലം ഇലക്ഷന്റെ സമയമാണ്. ഈ സമയത്ത് തുടർച്ചയായിട്ടുള്ള ഈ പരിശോധന ശരിയല്ല. ജെയിംസ് ബന്തമാക്കൽ, ഇപ്പോൾ ഈ ഒരു DCC ഓഫീസിൽ നടന്ന ഒരു സംഭവം ആസൂത്രിതം എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ള ചിലരാണെന്നുള്ളതാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ചില ഫോളോ അപ്പ് ഉള്ള ആൾക്കാരുണ്ട്. അത് ഇതിന്റെ പരാതിക്കാരനടക്കം ഉണ്ടാകാം. അപ്പൊ ഇത് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. പക്ഷെ അന്വേഷണം 9 വർഷം നീളാൻ പാടില്ല. ഏത് കേസാണേലും ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 2-3 വർഷം കൊണ്ട് പരിശോധന തീർത്ത് അത് പൂർത്തീകരിച്ച് കോടതിയിൽ കൊടുക്കണം. ഇതിന്റെ പേരിൽ ഇപ്പൊ തമിഴ്നാട്ടിലും സേലത്തും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ടൂർ പ്രോഗ്രാമാണ് നടത്തുന്നത്. ഇതുവരെയായിട്ട് ഈ 9 വർഷം കൊണ്ട് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സർക്കാരിന്റെ ഭാഗമായിട്ട് എങ്ങനെ വന്നാലും ഒരു 15 ലക്ഷം രൂപയെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടാവും. ഈ കേസിൽ എന്തായാലും ഞാൻ എന്നെ സംബന്ധിച്ചുള്ള 1 രൂപയുടെ പിന്നെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി, ഞാൻ വിറ്റ 10 ഏക്കർ സ്ഥലങ്ങൾ പോയി പരിശോധിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം. അതിനുശേഷം 26-ാം തീയതി വന്നോളാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവരെ തിരിച്ചയക്കുകയാണ്. എന്നാലും അവര് എന്റെ പറമ്പിലെല്ലാം കയറി അനുമതിയില്ലാതെ പരിശോധന നടത്തുന്നതായിട്ടാണ് കണ്ടത്. ബാക്കി കാര്യങ്ങൾ ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ ആ ദൃശ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു വിജിലൻസ് പരിശോധന ഒരു കൃത്യമായ നടപടി, വൈകിയ ഒരു നടപടിയാണെന്നുള്ളതാണ്. താങ്കൾക്കൊരു മുമ്പിൽ താങ്കൾക്ക് സംശയമായി ആരുടെയും പേരുകളില്ല, അല്ലെങ്കിൽ അങ്ങനെ താങ്കൾ ആരെയും സംശയിക്കുന്നില്ല എന്നുള്ളതാണോ കൃത്യമായി പറയുന്നത്? അത് പൊതുജനങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഇത് ഈ ഇലക്ഷൻ സമയത്ത് പിന്നെ എന്നെ കൂടുതൽ അലോസരപ്പെടുത്താൻ ഉള്ളതാണ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നാളെ ചിലപ്പോൾ അതിന് മാറ്റം വരാം. പക്ഷേ ഈ നോമിനേഷൻ കൊടുക്കലും അതിന്റെ സ്ക്രൂട്ടിനിയും ചിഹ്നം അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്ന ദിവസങ്ങളിൽ വിജിലൻസ് വരേണ്ട ആവശ്യമില്ല. വിജിലൻസിന് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഓക്കെ, നന്ദി മിസ്റ്റർ ജെയിംസ് പന്തമാക്കൽ. ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിജിലൻസ് പരിശോധന നടക്കുകയാണ്. ഇത് രാഷ്ട്രീയപരമായ ഗൂഢാലോചനയാണ്. അത് ജനങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും ഇത്തരത്തിലുള്ള ആസൂത്രിത നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു പരിശോധന വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു പരിശോധന വരേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചില പേരുകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ, അദ്ദേഹത്തിനെതിരെയുള്ള പരാതിയിൽ വിജിലൻസ് പരിശോധന നടക്കുകയാണ്.